നവരാത്രി ആഘോഷം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. നവരാത്രിയുടെ മൂന്നാം ദിവസമായ ഇന്ന് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സരസ്വതി മണ്ഡപത്തിൽ നിന്ന് എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഭക്തസാന്ദ്രമാണ് സരസ്വതി മണ്ഡപം, വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ആഘോഷങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ നവരാത്രി ആഘോഷങ്ങളുടെ മൂന്നാം ദിവസമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുരയിലെ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി ക്ഷേത്രങ്ങളൊന്നായ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഈ മൂന്നാം ദിവസം പ്രത്യേക പൂജകൾ, വിശേഷാൽ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് തിരുനട അടയ്ക്കൽ ചടങ്ങുകൾ നടന്നത്. പുറത്തെഴുന്നള്ളത്തടക്കം പൂർത്തീകരിച്ചതിന് ശേഷം നട അടച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചില കലാപരിപാടികളടക്കം ക്ഷേത്രത്തിൻ്റെ പ്രത്യേക മണ്ഡപത്തിൽ തയ്യാറാക്കുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്. ഗാനമേള അടക്കമുള്ള കലാപരിപാടികളാണ് ഇനിയിപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ മാസം 22-ാം തീയതി മുതൽ ആരംഭിച്ച നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ 2 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളുണ്ട്, ഒപ്പം തന്നെ കലാപരിപാടികളുണ്ട്. ക്ഷേത്രത്തിൽ ഈ മറ്റ് വിശേഷാൽ വഴിപാടുകൾ അർപ്പിക്കാനുള്ള അവസരങ്ങൾ ഭക്തർക്ക് ഒരുക്കുന്നുണ്ട്. വിജയദശമി, മഹാനവമി ദിവസങ്ങളിലൊക്കെ പ്രത്യേക ചടങ്ങുകളുണ്ട്, ഒപ്പം തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ അടക്കമുണ്ട്. തലസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രവും സരസ്വതി മണ്ഡപവും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആഘോഷ ചടങ്ങുകളിലൂടെയാണ് ഇപ്പോൾ ക്ഷേത്രവും പരിസരവും ഒക്കെ കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ ഓണാഘോഷങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഓണം വാരാഘോഷവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ഈ സരസ്വതി ക്ഷേത്രത്തിലെ ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്ക് അനുഭവപ്പെടുന്നതോടെ തന്നെ പോലീസിൻ്റെ പ്രത്യേക സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂജപ്പുര നവരാത്രി മഹോത്സവ വേളയിൽ ക്ഷേത്രാനുഷ്ഠാന കർമ്മങ്ങൾക്കൊപ്പം തന്നെ വിശേഷാൽ പൂജകളായ ശ്രീ സരസ്വതി പൂജ, ഒപ്പം തന്നെ മഹാസരസ്വതി മംഗളഹോമം അടക്കം ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് ഈ ദിവസങ്ങളിലൊക്കെ. കൂടാതെ തന്നെ പൂജപ്പുര നവരാത്രി മഹോത്സവം പ്രമാണിച്ച് സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപത്തിലും ശ്രീ ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിലുമായി രാപ്പകൽ ഭേദമന്യേ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യയുടെ ലോകത്തേക്കും അക്ഷരത്തിൻ്റെ ലോകത്തേക്കും ഒക്കെ പിച്ചവയ്ക്കാനായി കുഞ്ഞുങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് ദേവിയുടെ മുൻപിൽ പ്രത്യേക പ്രസാദമായി ദേവിയുടെ അനുഗ്രഹം വാങ്ങാനൊക്കെയായി വിവിധ കലാപരിപാടികളൊക്കെ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജപ്പുരയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേക എക്സിബിഷനുകളടക്കം ക്ഷേത്രം നടത്തുന്നുണ്ട്. ജനകീയ സമിതിയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള വിഗ്രഹങ്ങൾ, അത് വേളിമല കുമാരസ്വാമി ആയാലും മുന്തൂറ്റി നങ്കി ആയാലും അങ്ങനെ വിശേഷാൽപ്പെട്ട വിഗ്രഹങ്ങൾ തലസ്ഥാനത്തെത്തി ആഘോഷപൂർവ്വമായി എത്തിയ വിഗ്രഹങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വേളിമല കുമാരസ്വാമി അടക്കം സരസ്വതി മണ്ഡപത്തിലേക്കും ക്ഷേത്രത്തിലേക്കും ഒക്കെ എത്തും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ഒരുക്കങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ആഘോഷം ശാലിനിയാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നുള്ള കാഴ്ചകളും വിശദാംശങ്ങളും പങ്കുവച്ചത്.